നമസ്കാരം. CPI-യിൽ വീണ്ടും വിമത നീക്കം ശക്തം. ബിനോയ് വിശ്വത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി EK ഇസ്മായിൽ പക്ഷം അംഗീകരിക്കില്ല. ബിനോയിയുടെ സെക്രട്ടറി സ്ഥാനം സംസ്ഥാന കൗൺസിൽ അംഗീകരിക്കണം. ഇതിനായി 28-ന് ചേരുന്ന കൗൺസിൽ യോഗത്തിൽ ബിനോയ്ക്ക് പകരം മറ്റൊരാളെ നിർദ്ദേശിക്കാനാണ് നീക്കം. അതുണ്ടായാൽ കൗൺസിൽ യോഗത്തിൽ വീണ്ടും ബലപരീക്ഷണം വേണ്ടിവരും. കൗൺസിൽ അംഗീകരിക്കുന്ന ആളിന് മാത്രമേ സെക്രട്ടറി സ്ഥാനത്ത് എത്താനാകൂ. കാനത്തിനൊപ്പം നിലനിന്ന മുതിർന്ന നേതാവാണ് ബിനോയ് വിശ്വം. എന്നാൽ കാനത്തിനുണ്ടായിരുന്ന അത്ര പിന്തുണ ആ പക്ഷത്തുള്ളവരിൽ നിന്ന് ബിനോയ്ക്ക് ലഭിക്കില്ലെന്നാണ് മറുഭാഗത്തിന്റെ വിലയിരുത്തൽ. ഇസ്മായിൽ പക്ഷ നേതാക്കൾ രണ്ടും കൽപ്പിച്ചുള്ള ചരടുവലികളിലാണ്. കൗൺസിലിൽ ഭൂരിപക്ഷവും കാനത്തെ പിന്തുണച്ചിരുന്നവരാണ്. ഇതെല്ലാം മനസ്സിൽ വെച്ച് സ്ഥാനാർത്ഥിയെ നിർത്തും. കാനത്തിനൊപ്പം ഉണ്ടായിരുന്ന രാജാജി മാത്യു തോമസ്, മുല്ലക്കര രത്നാകരൻ, അസിസ്റ്റന്റ് സെക്രട്ടറിയായ E ചന്ദ്രശേഖരൻ എന്നിവരെ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാനാണ് ഇസ്മായിൽ വിഭാഗത്തിന്റെ ആലോചന. എന്നാൽ ഇവരാരും ഇതുവരെ അത്തരമൊരു നീക്കത്തിന് സന്നദ്ധരായിട്ടില്ലെന്നാണ് സൂചന. മത്സര സാധ്യത വരികയും സമവായം ഉണ്ടാകുകയും ചെയ്താൽ പ്രകാശ് ബാബുവിനെ മത്സരിപ്പിക്കാനും സാധ്യതയേറെയാണ്. CPI സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തെ തിരക്കിട്ട് പ്രഖ്യാപിച്ചതിനെ വിമർശിച്ച് മുതിർന്ന നേതാവ് KE ഇസ്മായിൽ എത്തിയപ്പോൾ തന്നെ ഇനി നടക്കാൻ പോകുന്നത് എന്തെന്ന് വ്യക്തമായിരുന്നു. നേതൃത്വം ഏറ്റെടുക്കാൻ നേതാക്കൾ പാർട്ടിയിൽ ഒരുപാട് ഉണ്ടായിരുന്നുവെങ്കിലും കാനം രാജേന്ദ്രന്റെ വിശ്വസ്തരിൽ വിശ്വസ്തനായ ബിനോയ് വിശ്വത്തെ തന്നെ സെക്രട്ടറിയാക്കാൻ ഒടുവിൽ CPI തീരുമാനിക്കുകയായിരുന്നു. കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാടാണ് നിർണായകമായത്. ഇത്ര തിരക്ക് കൂട്ടി പാർട്ടി സെക്രട്ടറിയെ പ്രഖ്യാപിച്ചത് എന്തിനെന്ന് ചോദിച്ച ഇസ്മായിൽ പാർട്ടി സംസ്ഥാന കൗൺസിൽ ചേർന്നാണ് സെക്രട്ടറിയെ പ്രഖ്യാപിക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു. അന്തരിച്ച കാനം രാജേന്ദ്രന്റെ കത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ സംസ്ഥാന സെക്രട്ടറിയെ തീരുമാനിച്ചത് ശരിയായില്ലെന്നും പിന്തുടർച്ച അവകാശം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ബിനോയ് വിശ്വത്തോടുള്ള എതിർപ്പല്ലിതെന്നും ഇസ്മായിൽ വിശദീകരിച്ചിരുന്നു. കാനത്തിന്റെ മരണശേഷം പ്രകാശ് ബാബു, സത്യൻ മൊഗേരിയും ഉൾപ്പെടെ നേതാക്കൾ പലരുടെ പേരും സെക്രട്ടറി പദത്തിലേക്ക് പറഞ്ഞു കേട്ടിരുന്നു. എന്നാൽ മരിക്കും മുമ്പ് കാനം രാജേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വെച്ച നിർദ്ദേശമാണ് ബിനോയ് വിശ്വത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് എത്തിച്ചത്. 3 മാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് അവധി അപേക്ഷിച്ചിരുന്ന കാനം പകരം സെക്രട്ടറിയുടെ ചുമതല ബിനോയ് വിശ്വത്തെ ഏൽപ്പിക്കാനായിരുന്നു നിർദ്ദേശിച്ചത്. ഇതാണ് നടപ്പാക്കിയത്. ആ കത്തും യോഗത്തിൽ D രാജ വായിച്ചിരുന്നു. കാനം രാജേന്ദ്രൻ സംസ്കാര ചടങ്ങുകൾക്ക് പിന്നാലെ ചേർന്ന സംസ്ഥാന നിർവാഹക സമിതിയിൽ മറ്റ് പേരുകളൊന്നും ഉയർന്നു വന്നില്ല എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിശദീകരണം. കത്ത് വായിച്ചാണ് നിശബ്ദമാക്കിയതെന്നാണ് ഉയർന്ന മറുവാദം. CPI സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയിലേക്ക് ബിനോയ് വിശ്വത്തെ എത്തിച്ചത് കാനം രാജേന്ദ്രന്റെ കത്തായിരുന്നു. മരിക്കും മുൻപ് കാനം തന്നെ ബിനോയിയുടെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ജനറൽ സെക്രട്ടറി D രാജ കോട്ടയത്ത് ചേർന്ന നിർവാഹക സമിതി യോഗത്തെ അറിയിച്ചതോടെ എല്ലാവരും നിശബ്ദരായി. അങ്ങനെ ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറിയായി. ഇനി സംസ്ഥാന സമിതി അംഗീകരിക്കണം. അപ്രതീക്ഷിത അട്ടിമറിയാണ് ഉണ്ടായതെന്ന വാദവും ശക്തമാണ്. സെക്രട്ടറി ആയിരിക്കെ വിട പറഞ്ഞ CK ചന്ദ്രപ്പന് പകരക്കാരനും വന്നത് മാസങ്ങൾ കഴിഞ്ഞാണ്. ദേശീയ നിർവാഹക സമിതി അംഗം K പ്രകാശ് ബാബുവിന്റെ പേര് കാനത്തിന് പകരമായി ഉയർന്നിരുന്നു. എന്നാൽ അത്തരമൊരു ചർച്ചയ്ക്ക് പോലും അവസരം നൽകാതെയാണ് കാനത്തിന്റെ ഇഷ്ടമനുസരിച്ച് അദ്ദേഹത്തിന്റെ മരണശേഷം പകരക്കാരനെത്തുന്നത്. സംസ്ഥാന നിർവാഹക സമിതി തിരക്കിട്ട് കോട്ടയത്ത് വിളിച്ചപ്പോൾ സെക്രട്ടറിയുടെ ചുമതലയിൽ തീരുമാനം കൂടി ഉണ്ടാകുമെന്ന് പലർക്കും അറിയില്ലായിരുന്നു. പാർട്ടിതല അനുശോചന യോഗങ്ങൾ, LDF-മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവ ആലോചിക്കാനാണ് യോഗമെന്ന സൂചനയാണ് പുറത്തു വന്നത്. യോഗം തുടങ്ങിയപ്പോൾ അജണ്ട കേട്ട് ഏവരും ഞെട്ടി. പട്ടടയിലേക്ക് കാനത്തിന്റെ ഭൗതിക ശരീരം വെച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഇത് വേണോ എന്ന് ദേശീയ നിർവാഹക സമിതി അംഗം K പ്രകാശ് ബാബു ചോദിച്ചു. മുതിർന്ന നേതാക്കളായ KR ചന്ദ്രമോഹൻ, E ചന്ദ്രശേഖരൻ എന്നിവരും ടൈമിംഗ് സംബന്ധിച്ച് സന്ദേഹം പ്രകടിപ്പിച്ചു. എന്നാൽ സെക്രട്ടറിയെ സംബന്ധിച്ച് തീരുമാനം നീട്ടിക്കൊണ്ടു പോകേണ്ടെന്ന ധാരണ കേന്ദ്ര നേതൃത്വം കൈക്കൊണ്ടു. തീരുമാനം നീണ്ടാൽ അത് ഗ്രൂപ്പിസമാകുമെന്ന് കരുതി. ഇതോടെ അതിവേഗ തീരുമാനവും എത്തി. എന്നാൽ കൗൺസിൽ യോഗത്തിൽ ഗ്രൂപ്പിസം ആയുധമാക്കി തിരിച്ചടിക്കുകയാണ് മറുപക്ഷ ലക്ഷ്യം. കൊച്ചി അമൃത ആശുപത്രിയിൽ കഴിയുമ്പോഴാണ് അവധി അപേക്ഷ സംബന്ധിച്ച കത്ത് കാനം കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയത്. ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് പാർട്ടിയിൽ നിന്ന് 3 മാസത്തേക്ക് അവധി അനുവദിക്കണം. എന്റെ അഭാവത്തിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായ ബിനോയ് വിശ്വത്തെ ആ ചുമതല ഏൽപ്പിക്കാവുന്നതാണ്. ഇതായിരുന്നു കാനത്തിന്റെ കത്ത്. യോഗത്തിന്റെ അജണ്ടയിൽ ഉണ്ടായിരുന്ന സംഘടന എന്ന വിഷയം എടുത്തപ്പോൾ ജനറൽ സെക്രട്ടറി D രാജ കത്തിന്റെ കാര്യം അറിയിക്കുകയും ഈ യോഗത്തിൽ തന്നെ കാനത്തിന്റെ നിർദ്ദേശം നടപ്പാക്കാമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. ഇങ്ങനെ ബിനോയ് വിശ്വം സെക്രട്ടറിയായി. ഇതിന് കൗൺസിൽ അംഗീകാരം നൽകുമോ എന്നതാണ് ഉയർന്ന ചോദ്യം.